ജർമ്മനിയിലെ പുതിയ വലതുപക്ഷ സർക്കാർ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനായുള്ള ഒരു നിയമം മന്ത്രിസഭ അംഗീകരിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. പുതിയ നിയമത്തിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചില രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് അവരുടെ അടുത്ത ബന്ധുക്കളെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. നന്നായി ജീവിക്കുന്ന കുടിയേറ്റക്കാർക്ക് പെട്ടെന്ന് പൗരത്വം കിട്ടുന്നത് തടയാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ നിയമം ജർമ്മൻ പാർലമെൻറ്റ് പാസ്സാക്കണം. അതിനുശേഷം ഇത് നിയമമാകും. ഈ നിയമം സബ്സിഡിയറി പ്രൊട്ടക്ഷൻ ഉള്ള ആളുകളെയും ബാധിക്കും. എന്താണ് സബ്സിഡിയറി പ്രൊട്ടക്ഷൻ? സ്വന്തം രാജ്യത്ത് പ്രശ്നങ്ങളുള്ളവരെ ജർമ്മനിയിൽ തങ്ങാൻ അനുവദിക്കുന്ന ഒരു രീതിയാണിത്. അവർക്ക് അഭയം നൽകാൻ കഴിയില്ലെങ്കിലും അവരുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ അവിടെ താമസിക്കാം. രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളോ പീഡനമോ മരണശിക്ഷയോ ഉള്ളവരെയാണ് ഇങ്ങനെ സംരക്ഷിക്കുന്നത്. പലപ്പോഴും ഇത് ആഭ്യന്തര യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്കാണ് ലഭിക്കുന്നത്. മാർച്ച് മാസത്തിലെ കണക്കനുസരിച്ച് 3,88,074 പേർക്ക് ജർമ്മനിയിൽ ഈ സംരക്ഷണമുണ്ട്. അവർക്ക് അവരുടെ അടുത്ത ബന്ധുക്കളെ മാത്രമേ ജർമ്മനിയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ. അതായത് ഭാര്യ, ഭർത്താവ്, പങ്കാളി, ചെറിയ കുട്ടികൾ എന്നിവരെ കൊണ്ടുവരാം. പുതിയ നിയമം അനുസരിച്ച് അടുത്ത 2 വർഷത്തേക്ക് സബ്സിഡിയറി പ്രൊട്ടക്ഷൻ ഉള്ളവർക്ക് അവരുടെ കുടുംബാംഗങ്ങളെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇളവുണ്ടാകും. പക്ഷേ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇളവ് ലഭിക്കുക എന്ന് നിയമത്തിൽ വ്യക്തമായി പറയുന്നില്ല. 2016 മുതൽ 2018 വരെ അഭയമില്ലാത്ത അഭയാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നത് നിർത്തിവെച്ചിരുന്നു. അന്ന് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയും ചേർന്നുള്ള സർക്കാരാണ് ഇത് ചെയ്തത്. കൂടുതൽ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നത് ഒഴിവാക്കാനും അവരെ സംയോജിപ്പിക്കുന്നതിലെ പ്രശ്നങ്ങൾ കുറയ്ക്കാനുമായിരുന്നു അന്ന് ഈ തീരുമാനമെടുത്തത്. കൂടാതെ നന്നായി ജീവിക്കുന്ന കുടിയേറ്റക്കാർക്ക് പെട്ടെന്ന് പൗരത്വം നൽകുന്ന രീതിയും സർക്കാർ മാറ്റാൻ തീരുമാനിച്ചു. എന്നാൽ പഴയ സർക്കാർ പാസാക്കിയ പൗരത്വ നിയമത്തിലെ മാറ്റങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. CDU, CSU, SPD എന്നീ പാർട്ടികൾ ചേർന്ന് ഉണ്ടാക്കിയ പുതിയ നിയമം അനുസരിച്ച് സാധാരണ രീതിയിലുള്ള പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള കാത്തിരിപ്പ് 8 വർഷത്തിൽ നിന്ന് 5 വർഷമായി കുറയ്ക്കും. ഇരട്ട പൗരത്വം എടുക്കാനുള്ള അവകാശവും നിലനിർത്തും. ജർമ്മനിയുടെ പുതിയ കൺസർവേറ്റീവ് സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ ആഴ്ചയിൽ തന്നെ കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾ തുടങ്ങി. കൺസർവേറ്റീവ് ചാൻസലർ ഫ്രീഡ്രിക് മെർസിൻ്റെ നിർദ്ദേശപ്രകാരം അതിർത്തികളിൽ കൂടുതൽ പരിശോധന നടത്താൻ തീരുമാനിച്ചു. മതിയായ രേഖകളില്ലാതെ വരുന്നവരെയും അഭയം തേടുന്നവരെയും അതിർത്തിയിൽ തടയും. ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോബ്രിൻഡ് 2015 അംഗല മെർക്കൽ ചാൻസലറായിരുന്ന സമയത്ത് ഇറക്കിയ ഒരു ഉത്തരവ് റദ്ദാക്കി. മതിയായ രേഖകളില്ലാതെ വരുന്നവരെ മാനുഷിക പരിഗണന നൽകി ജർമ്മനിയിലേക്ക് പ്രവേശിപ്പിക്കാനും അഭയം തേടാനും അനുവദിക്കുന്നതായിരുന്നു ആ ഉത്തരവ്. പുതിയ സർക്കാരിൻ്റെ ലക്ഷ്യം അഭയത്തിനായുള്ള അപേക്ഷകൾ കുറയ്ക്കുക എന്നതാണ്. 2023 3,52,000 അപേക്ഷകളാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഇത് 2,50,000 കുറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ നിയമങ്ങൾ അനുസരിച്ച് അഭയം തേടുന്നവർ ആദ്യമായി യൂറോപ്യൻ യൂണിയനിൽ എത്തുന്ന രാജ്യത്ത് അപേക്ഷിക്കണം. ഉദാഹരണത്തിന് ഗ്രീസിലോ ഇറ്റലിയിലോ അപേക്ഷിക്കണം. ജർമ്മനിയിൽ എത്തിയ ശേഷം അപേക്ഷിക്കുന്ന രീതി ശരിയല്ലെന്ന് മേഴ്സ് സർക്കാർ പറയുന്നു. അതിർത്തികളിൽ പരിശോധന ശക്തമാക്കുന്നതിനോടൊപ്പം ജർമ്മനിയുടെ അഭയ സംവിധാനത്തിലും മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അപേക്ഷകൾ വേഗത്തിൽ പരിഗണിക്കുകയും അപേക്ഷ നിരസിക്കപ്പെടുന്നവരെയും കുറ്റകൃത്യം ചെയ്യുന്നവരെയും അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യും. അഭയം നിരസിക്കപ്പെടുന്നവരെ തിരിച്ചയക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മറ്റ് രാജ്യങ്ങളുമായി ഉടമ്പടികൾ ഉണ്ടാക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്.